ഹരേ കൃഷ്ണ. ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന, പാപങ്ങൾ കഴുകിക്കളയുന്ന കാമദ ഏകാദശി. സനാതനധർമ്മത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണല്ലോ ഏകാദശി വ്രതം. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് കാമദ ഏകാദശി വരുന്നത്. ഈ വർഷത്തെ കാമദ ഏകാദശി 2026 മാർച്ച് 29 ഞായറാഴ്ചയാണ്. കാമദ എന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹങ്ങൾ സഫലമാകുന്നത് എന്നാണ്. മനസ്സിലെ നല്ല ആഗ്രഹങ്ങൾ നിറവേറാൻ ഈ വ്രതം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കാനും ഈ വ്രതം ഉത്തമമാണ്. ഒരു കപില പശുവിനെ ധ്യാനം ചെയ്യുന്നതിന് തുല്യമായ ഫലം ഈ ഏകാദശി വ്രതത്തിലൂടെ ലഭിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു. കാമദ ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 മാർച്ച് 28 ശനിയാഴ്ച രാവിലെ 8:49. ഏകാദശി തിഥി അവസാനിക്കുന്നത് 2026 മാർച്ച് 29 ഞായറാഴ്ച രാവിലെ 7:48. പാരണ സമയം, അതായത് വ്രതം അവസാനിപ്പിക്കാനുള്ള സമയം 2026 മാർച്ച് 30 തിങ്കളാഴ്ച രാവിലെ 6:15 7:12 ഇടയിൽ വ്രതം അവസാനിപ്പിക്കുന്നത് ഉത്തമമാണ്. കാമദ ഏകാദശിയുടെ ഐതിഹ്യകഥ ഇങ്ങനെയാണ്. പണ്ട് രത്നപുരം എന്ന മനോഹരമായ നഗരം പുണ്ടരീകൻ എന്ന രാജാവാണ് ഭരിച്ചിരുന്നത്. അവിടെ ഗന്ധർവന്മാരും അപ്സരസുകളും ധാരാളമായി താമസിച്ചിരുന്നു. അവിടുത്തെ പ്രശസ്തരായ ഗായകരിലൊരാളായിരുന്നു ലളിതൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിസുന്ദരിയായിരുന്നു. ലളിത എന്നായിരുന്നു അവളുടെ പേര്. ഇവർ വളരെ സ്നേഹത്തോടെയായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. ഒരിക്കൽ പുണ്ടരീക മഹാരാജാവിൻ്റെ സദസ്സിൽ ലളിതൻ ഗാലാലാപനം നടത്തുകയായിരുന്നു. ഗന്ധർവന്മാരായ പുഷ്പദന്തനും മറ്റും അവിടെ ഉണ്ടായിരുന്നു. പാടുന്നതിനിടയിൽ ലളിതൻ്റെ മനസ്സ് തൻ്റെ പ്രിയതമയായ ലളിതയെക്കുറിച്ച് ഓർത്തുപോയി. ആ നിമിഷം താളലയങ്ങളിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിഷ്ഠനായി. ഭാര്യയോടുള്ള മോഹം കാരണം രാജസദസ്സിലെ അച്ചടക്കം ലംഘിച്ച നീ ഒരു ക്രൂരനായ രാക്ഷസനായി മാറട്ടെ എന്ന് രാജാവ് ശപിച്ചു. ശാപമേറ്റ ഉടനെ ലളിതൻ്റെ രൂപം മാറി. ഭയാനകമായ മുഖവും വലിയ പല്ലുകളും ചുവന്ന കണ്ണുകളുമുള്ള ഒരു രാക്ഷസനായി അദ്ദേഹം മാറി. തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ കണ്ട് ദുഃഖിതയായ ലളിത അദ്ദേഹത്തെ പഴയ രൂപത്തിലാക്കാൻ പല വഴികളും തേടി. ഒടുവിൽ വിന്ധ്യ പർവ്വതനിരകളിൽ വസിച്ചിരുന്ന ശൃംഗി മഹർഷിയെ അവർ പോയി കണ്ടു. ലളിതയുടെ സങ്കടം കേട്ട മഹർഷി ഇപ്രകാരം അരുളി ചെയ്തു: ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന കാമദ ഏകാദശി വ്രതം നീ ഭക്തിയോടെ അനുഷ്ഠിക്കുക. ആ വ്രതത്തിൻ്റെ പുണ്യം നിന്റെ ഭർത്താവിന് നൽകിയാൽ അദ്ദേഹത്തിന് ശാപമോക്ഷം ലഭിക്കും. മഹർഷിയുടെ ഉപദേശപ്രകാരം ലളിത ആ ഏകാദശി വ്രതം അതികഠിനമായി അനുഷ്ഠിച്ചു. വ്രതത്തിന് ശേഷം ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ വ്രതഫലം ഭർത്താവിനായി സമർപ്പിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ലളിതൻ്റെ രാക്ഷസരൂപം മാറി വീണ്ടും സുന്ദരനായ ഗന്ധർവനായി അദ്ദേഹം മാറി. അവർ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കുകയും അവസാനം വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഭഗവാനോടുള്ള ഭക്തിയും ഏകാദശി വ്രതത്തിൻ്റെ ശക്തിയും ഏതൊരു വലിയ ദുരിതത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കും എന്നതാണ് ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വ്രതാനുഷ്ഠാന രീതി നോക്കാം. ദശമി നാളിൽ, അതായത് 2026 മാർച്ച് 28 ശനിയാഴ്ച, ഒരിക്കൽ ഊണ് മാത്രം കഴിച്ച് വ്രതാനുഷ്ഠാനത്തിനായി മനസ്സും ശരീരവും ഒരുക്കുക. ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ സാധിക്കാത്തവർക്ക്, ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും
ഭക്ഷണം തീരെ ഒഴിവാക്കാൻ പറ്റാത്തവർക്കും പാലും പഴങ്ങളും മിതമായ രീതിയിൽ കഴിച്ചും വ്രതമനുഷ്ഠിക്കാം. അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം. എണ്ണ തേച്ചുള്ള കുളി, പകലുറക്കം, അന്യചിന്തകൾ എന്നിവ ഒഴിവാക്കുക. എപ്പോഴും ഈശ്വരചിന്തയിൽ മുഴുകിയിരിക്കാൻ ശ്രദ്ധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മനസ്സ് ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കാൻ നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഏകാദശി ദിവസം ജപിക്കേണ്ട പ്രധാന മന്ത്രങ്ങൾ: അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ, ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ, പിന്നെ വിഷ്ണു ഗായത്രി മന്ത്രം ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ എന്ന മന്ത്രവും കഴിയുന്നത്രയും തവണ ജപിക്കാം. കൂടാതെ വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം എന്നിവയൊക്കെ പാരായണം ചെയ്യാം. ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് വളരെ നല്ലതാണ്. പീരിയഡ്സ് ആയവർക്കും വ്രതമെടുക്കാം. അവർക്കും ഹരേ രാമ മന്ത്രവും നാരായണ ജപവും നടത്താം. അമ്പലത്തിൽ പോകാതെ വീട്ടിലിരുന്ന് കഴിയുന്നത്ര തവണ ഈ നാമങ്ങൾ ജപിക്കുക. ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിന് തുളസി ഇല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാമത ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലുള്ള ഗുണങ്ങൾ ഇവയാണ്: മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു, ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരം ലഭിക്കുന്നു, മരണാനന്തരം മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ പുണ്യദിവസം ഭക്തിപൂർവം ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.